ഡോറ ബുജിയില് ഒരു മാപ്പിനെ പറ്റി കേട്ടിട്ടില്ലേ? ആ പാട്ട് പാടി വരുന്ന മാപ്പ്. ഞാനാണ് മാപ്പ്, ഞാനാണ് മാപ്പ്, ഞാനാണ് മാപ്പ്. അതുപോലെ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാപ്പിനെ പറ്റിയിട്ടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. എന്താണ് ഈ മാപ്പ് എന്നറിയാൻ വീഡിയോ മുഴുവനായിട്ട് കാണട്ടോ. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് നീപം പ്രവീൺ, യുവർ കരിയർ കോച്ച് ആൻഡ് സോഫ്റ്റ് സ്കിൽ ട്രെയിനർ. നമ്മുടെ എല്ലാവരുടെയും കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 10th ശേഷമുള്ള ഒരു ഡിസിഷനാണ്. ഞാൻ എല്ലാ കുട്ടികളോടും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്താവാനാണ് ആഗ്രഹം? ചിലവർ പറയും ഡോക്ടർ, എഞ്ചിനീയർ, ഷെഫ്. അതിപ്പോൾ ഓരോ വർഷം ചോദിക്കുമ്പോഴും സെയിം ആവണമെന്നില്ല. ഓരോ പ്രായം കഴിയുന്നതിനനുസരിച്ചിട്ട് ആഗ്രഹങ്ങളും ഇങ്ങനെ മാറി 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 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ 10th വരെയുള്ള ഒരു പാത്ത് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. നമ്മൾ എഡ്യൂക്കേഷൻ ബോർഡിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടെന്നല്ലാതെ LKG, UKG, പിന്നെ LP ക്ലാസ്സുകൾ, UP ക്ലാസ്സുകൾ, 10th. ഈ 10th കഴിഞ്ഞാൽ ഇനി പാരൻസും സ്റ്റുഡൻസും എത്തി നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഭയങ്കര കൺഫ്യൂസിങ് ആണത്. ഇനി ഏത് സ്ട്രീം എടുക്കണം? PCMB എടുക്കണോ, PCB എടുക്കണോ, മാത്സ് ഇല്ലാതെ പഠിക്കണോ, സൈക്കോളജി പഠിക്കണോ? ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ്റെ നീങ്ങേണ്ട ലിസ്റ്റ് തന്നെ വരും. അപ്പോൾ കുറച്ച് പേര് പറയും PCMB എടുത്തോ, അതാവുമ്പോൾ ഏതിലേക്കെങ്കിലും പോവാലോ. നിങ്ങൾക്ക് ഒരുപാട് 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 ഓപ്പർച്യൂണിറ്റീസ് മുന്നിലുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു കൺഫ്യൂഷൻ വരുന്നത്? എന്തിനു ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഒരു സ്ട്രീം സെലക്ട് ചെയ്യേണ്ടത്? ആസ് എ കരിയർ കോച്ച്, മൈ ഒപ്പീനിയൻ ഇസ് വെരി ക്ലിയർ. ആദ്യം നിങ്ങൾ എന്താവണമെന്ന് തീരുമാനിക്കുക, അതിനുശേഷം മാത്രം സ്ട്രീം സെലക്ട് ചെയ്യും. ഒരു 15-16 വയസ്സുള്ള ഒരു കുട്ടിക്ക് എന്താവണം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാനുള്ള മെച്യൂരിറ്റി ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ബട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വഴി 5-10 വഴിയായിട്ട് പിരിയുവാണ്. അപ്പോൾ നമ്മൾ ഒരാളോട് വഴി ചോദിക്കണം. ഒരാൾ പറഞ്ഞു ഈ വഴി പോയിക്കോളൂ, മറ്റൊരാൾ പറയുന്നു ഈ വഴി പോയിക്കോളൂ. അതുപോലെയാണ് നമ്മൾ ഒരാളോട് ചോദിച്ച് കരിയർ സെലക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ആക്ച്വലി നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ലൊക്കേഷൻ വെക്കുന്നത്? എനിക്കിപ്പോൾ ട്രിവാൻഡ്രം വരെ പോകണം. അതിൽ ട്രിവാൻഡ്രം എന്നൊരു ഡെസ്റ്റിനേഷൻ വെച്ചിട്ടാണ് ഞാൻ എന്ത് നോക്കുന്നത്? മാപ്പ് നോക്കുന്നത്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ബാംഗ്ലൂർ വരെ പോകണം. അപ്പോൾ ബാംഗ്ലൂർ എത്താൻ വേണ്ടി എനിക്ക് ഇപ്പോൾ ട്രെയിനിൽ പോവാം, ഫ്ലൈറ്റിൽ പോവാം, റോഡ് വഴി പോവാം. അങ്ങനെ ഡിഫറെൻറ്റ് പാത്ത് ഉണ്ട്. അതിന് ആദ്യം ഞാൻ ചൂസ് ചെയ്ത് എന്താണ്? മൈ ഡെസ്റ്റിനേഷൻ. അതുപോലെ തന്നെ ഒരു കരിയറിൻ്റെ കാര്യത്തിലും നിങ്ങൾ എന്താവണമെന്ന് തീരുമാനിച്ചതിന് ശേഷം ആ കോഴ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കരിയറിലേക്ക് എത്തിച്ചേരാൻ ഞാൻ ഇപ്പോൾ ഏത് സ്ട്രീം എടുക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് STEM ഫീൽഡിൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ഈ ഒരു ഫീൽഡിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട സ്ട്രീം ഏതാണ്? സയൻസ് ആണ്. അത് നിങ്ങൾക്ക് അതാവണമെന്ന് ആഗ്രഹം മാത്രം ഉണ്ടായാൽ പോരാ, ഇൻട്രസ്റ്റ് മാത്രം ഉണ്ടായാൽ പോരാ. നമ്മൾ അതിലുള്ള സബ്ജക്ട് കോമ്പിനേഷൻ നോക്കണം. ഇപ്പം മാത്സ് ഒരിക്കലും എന്ത് പറഞ്ഞാലും തലയിൽ കയറാത്ത ഒരാൾ സയൻസ് സ്ട്രീം എടുത്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ റെഡിയാണോ? അല്ലെങ്കിൽ നമ്മൾ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ റെഡിയാണോ? അങ്ങനെയുള്ള ഒരാൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് സയൻസ് സ്ട്രീം. ഇപ്പോൾ ഒരു ഡോക്ടർ ആവണമെന്ന് പറഞ്ഞു വരുന്നൊരു കുട്ടി, ആ കുട്ടിക്ക് ബ്ലഡ് കണ്ടാൽ തല കറങ്ങും. ഇമോഷണൽ ഇൻ്റലിജൻസ് പറയുന്ന ഒരു സാധനമില്ല, പേഷ്യൻസ് ഇല്ല. പേഷ്യൻസും ഈ ബ്ലഡ് കണ്ടാൽ തല കറങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ആ ഒരു സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക? ഓരോ കുട്ടികളും ഓരോ കോഴ്സ് എടുത്ത് പകുതിക്ക് വെച്ചിട്ട് വരാനുള്ള മെയിൻ റീസൺ ഇതാണ്. അവർക്ക് അവരുടെ പേഴ്സണാലിറ്റി, ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് അതൊന്നും മനസ്സിലാക്കാതെ ജസ്റ്റ് ഒരു പാഷൻ്റെ പുറത്ത് പോയി സെലക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഒരാൾക്കൊരു ഓഫീസ് സ്പേസിൽ ഇരുന്ന് ജോലി ചെയ്യാൻ താല്പര്യമില്ല, അയാൾക്കൊരു എന്താ പറയുക, ക്രിയേറ്റീവ് ഫീൽഡ് ആണ് ഇഷ്ടം. അപ്പോൾ അയാൾ ആ ഒരു കരിയറിലേക്കാണ് ചൂസ് ചെയ്യേണ്ടത്. ആ കരിയറിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു മേഖല വേണം അയാൾ ചൂസ് ചെയ്യാൻ, ഒരു സ്ട്രീം വേണം അയാൾ ചൂസ് ചെയ്യാൻ. ഇപ്പം ഇനി ആ കുട്ടീനെ പിടിച്ച് നീ എഞ്ചിനീയർ ആയാൽ മതി, സിസ്റ്റത്തിൻ്റെ മുന്നിൽ ഇരുന്നാൽ മതി, കോഡിങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അതവിടെ വർക്കാവോ? ഇല്ല. പാരൻസ് ഇങ്ങനെ വെറുതെ പ്രഷർ ചെയ്യുവാണ്. ഒരു കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും കാപ്പബിലിറ്റിയും ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം ആ കുട്ടിക്ക് ഒരു കോഴ്സ് അല്ലെങ്കിൽ സ്ട്രീം സെലക്ട് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ ബിടെക്കുകാർ ഒരുപാട് പേര് ബാങ്കിൽ കയറി. ബിടെക്കിനോട് അത്രയ്ക്ക് താല്പര്യമുള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്തിനാ ഈ ബാങ്ക് എക്സാം എഴുതി അതിലേക്ക് കയറുന്നത്?
എന്തുകൊണ്ടാണ് ഈ ബിടെക് വാഴകൾ എന്ന് പറഞ്ഞൊരു ഒരു കാറ്റഗറി വന്നത്? ആ ഒരു സമയത്ത് ആ കോഴ്സ് ട്രെൻഡിങ് ആയിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ, കപ്പാസിറ്റി ഉണ്ടോ എന്നൊന്നും നോക്കാതെ ആ കുട്ടിയെ കമ്പൽ ചെയ്ത് ആ ഒരു ഫീൽഡിലേക്ക് തള്ളി വിട്ടതാണ്. അപ്പൊ എത്ര വർഷങ്ങളാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത്? ഈ ഒരു പോയിന്റിലാണ് കരിയർ മാപ്പിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പൊ ഒരു കുട്ടി അയാൾ എടുക്കുന്നത് സയൻസ് സ്ട്രീമാണ്. അയാൾക്കൊരു ഫാർമസിസ്റ്റ് ആവണമെന്നാണ് ആഗ്രഹം, അല്ലെങ്കിൽ നഴ്സിങ്ങിന് പോകണമെന്നാണ് ആഗ്രഹം. അതിനുള്ള ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും കപ്പാസിറ്റിയും ഒക്കെ ആൾക്കുണ്ട്. അപ്പോൾ ആളുടെ ആ ഒരു കരിയർ ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോകും. അപ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും മനസ്സിലാക്കുക. അതിനുശേഷം ഒരു കരിയറിലേക്ക് പോവാം. ഇപ്പോൾ PCMB ആണോ, PCB ആണോ, മാത്സ് ആണോ, കൊമേഴ്സ് ആണോ, ഏത് ഫീൽഡാണോ പോവേണ്ടത്, അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് ഏത് കരിയറിൽ എന്താവണം എന്നുള്ളൊരു ഡെസ്റ്റിനേഷൻ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ റൂട്ടും ക്ലിയർ ആവും. സോ ചൂസ് വൈസ്ലി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. കരിയർ മാപ്പ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതണം. അപ്പോൾ എന്താവണം എന്നുള്ള കാര്യം ആദ്യമേ തീരുമാനിക്കാം. അതാവാനുള്ള കപ്പാസിറ്റിയും മൈൻഡ് സെറ്റും പേഴ്സണാലിറ്റിയും ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടോയെന്ന് കണ്ടുപിടിക്കാം. അതിനുശേഷം വൈസ്ലി ചൂസ് ചെയ്യുക ഏത് സ്ട്രീം എടുക്കണം. ഇപ്പോൾ ഒരു ആർട്സ് മേഖലയിലേക്ക് പോകുന്ന ഒരു കുട്ടിയെ PCMB പോലുള്ള ഒരു സ്ട്രീമിൽ കൊണ്ടുപോയിട്ട് ബുദ്ധിമുട്ടിപ്പിക്കരുത്. അവന് മാർക്ക് ഉണ്ടെന്ന് കരുതി ഫുൾ A+ ഉള്ള ഒരാൾക്ക് ഹ്യൂമാനിറ്റീസ് ഫീൽഡ് പറ്റില്ല എന്നൊരു നിയമമില്ല. അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. സോ ഹ്യൂമാനിറ്റീസ് ആണെന്നുണ്ടെങ്കിലും കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിലും സയൻസ് ആണെങ്കിലും നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് മാത്രം സ്ട്രീം സെലക്ട് ചെയ്യാം. ഓക്കെ, അടുത്തതായി നമുക്ക് സയൻസ് സ്ട്രീമിനെ പറ്റിയിട്ടും കൊമേഴ്സ് സ്ട്രീമിനെ പറ്റിയിട്ടും ഈ ഹ്യൂമാനിറ്റീസ് ഫീൽഡിനെ പറ്റിയിട്ടൊക്കെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇറ്റ്സ് മീ നീപ്പം പ്രവീൺ, യുവർ കരിയർ കോച്ച് ആൻഡ് സോഫ്റ്റ് സ്കിൽ ട്രെയിനർ, സൈനിങ് ഓഫ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.